ഹേ ഗായ്സ്, അപ്പോൾ വെക്കേഷനൊക്കെ എല്ലാവരും നന്നായിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എനിവേയ്സ്, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് സ്റ്റുഡൻസ് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി SSLC സ്റ്റുഡൻസ് വന്നിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ബ്രോ പുതിയ അക്കാഡമിക് ഇയറിന് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു വീഡിയോ, ഒരു മോട്ടിവേഷണൽ വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഇറ്റ് ഈസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പുതിയ അക്കാഡമിക് ഇയറിൻ്റെ പ്രിപ്പറേഷന് ഹെൽപ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഞാനിത് പറയുമ്പോൾ മെയിൻലി SSLC സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത് കേട്ടോ. ബട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആണ് പറയുന്ന കാര്യങ്ങളൊക്കെ. ബട്ട് പറയുമ്പോൾ SSLC സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്, അത്രേ ഉള്ളൂ. സോ നിങ്ങളിപ്പോൾ അക്കാഡമിക്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ല റിസൾട്ട് കൊണ്ടുവരണം എന്നൊക്കെ സീരിയസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ ആണല്ലോ? സോ hello friends, it's me your brother and welcome back to another great episode. So ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മെയ് മാസം 1-ാം തീയതിയാണ്. അതായത് നിങ്ങളുടെ 2 മാസത്തെ വെക്കേഷനിലെ 1 മാസം അവസാനിച്ചു, ഇനി 1 മാസം കൂടിയുള്ളൂ. ആൻഡ് എനിക്കറിയാം ഇപ്പോൾ ഈ കഴിഞ്ഞ ഫസ്റ്റത്തെ മാസത്തിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ആൻഡ് അതിൽ കൂടുതലും മോശമായിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ലേറ്റ് ആയിട്ടായിരിക്കും കിടക്കുന്നത്, ലേറ്റ് ആയിട്ടായിരിക്കും എഴുന്നേൽക്കുന്നത്, ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അതേപോലെ സോഷ്യൽ മീഡിയ യൂസേജ് നന്നായിട്ട് കൂടിയിട്ടുണ്ടായിരിക്കും, ഫോണിൽ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്ത് ടൈം കുറേ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ കുറേ ലേസി ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ദാറ്റ്സ് കോമൺ. ആൻഡ് ഞാനതിൽ നിങ്ങളെ കുറ്റമൊന്നും പറയില്ല, ബിക്കോസ് ഇത് റെസ്റ്റ് എടുക്കാനുള്ളൊരു ടൈമാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ. ബട്ട് ഇനി നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്ന അക്കാഡമിക് ഇയറിൽ നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം, നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണം എന്ന് ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദെൻ ഈ ഒരു മാസം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ, എനിക്ക് SSLCക്ക് ഫുൾ A+ ആയിരുന്നു. എൻ്റെ പാരൻസിന് എന്നിൽ നിന്ന് നല്ലൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അവൻ നല്ല മാർക്ക് സ്കോർ ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഞാനാണെങ്കിലും നാച്ചുറലി നന്നായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കും പേഴ്സണലി ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഓക്കെ, SSLCക്ക് എനിക്ക് ഫുൾ A+ വാങ്ങിക്കണം, ഇതായിരുന്നു എൻ്റെ ലക്ഷ്യം. ആൻഡ് ഞാനത് അച്ചീവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. സോ എൻ്റെ ആ ഒരു ഫുൾ A+ എന്നുള്ള ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ എഫേർട്ട് എന്നുള്ള നിലയിൽ ഞാൻ ട്യൂഷന് പോകാൻ തീരുമാനിച്ചു. ഈ ട്യൂഷന് പോയാലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ? ഒട്ടുമിക്ക ട്യൂഷൻ സെൻറ്ററുകാരും പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂണിലാണല്ലോ. അപ്പോൾ ജൂണിന് മുന്നേ തന്നെ, അതായത് മെയ് മാസത്തിൽ തന്നെ ട്യൂഷനിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഓൾറെഡി ട്യൂഷനിൽ പഠിച്ച കാര്യങ്ങളാണ് പിന്നെ സ്കൂളിൽ പോയിട്ട് പഠിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോയിട്ട് പഠിക്കുമ്പോൾ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നമ്മളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മറ്റുള്ള സ്റ്റുഡൻസിൽ നിന്നും 1 സ്റ്റെപ്പ് എഹെഡ് ആയിട്ട് നിൽക്കാൻ പറ്റും. അതൊരു അഡ്വാൻറ്റേജ് അല്ലേ? ബട്ട് ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾ വേഗം പോയിട്ട് ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യണം എന്നല്ല. ഞാൻ പറഞ്ഞത് എൻ്റെ അന്നത്തെ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ ഒരുപാട് നല്ല ക്ലാസ്സസ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാം. ദ പോയിന്റ് ഈസ് പ്രിപ്പറേഷൻ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് പുതിയൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ അതിന് വേണ്ട പ്രിപ്പറേഷൻസ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു അക്കാഡമിക് ജേണി കുറച്ചുകൂടി ഈസി ആയിരിക്കും, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഒട്ടും പ്രിപ്പയർ ചെയ്യാതെ ആ ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മാസം ചെയ്യാവുന്ന 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിലൊന്നാമത്തേത് റീസെറ്റ് യുവർ മൈൻഡ് സെറ്റ് എന്നതാണ്. കഴിഞ്ഞ അക്കാഡമിക് ഇയർ വരെ നിങ്ങൾ ചിലപ്പോൾ ഒരു ടോപ്പർ സ്റ്റുഡൻ്റ് ആയിരിക്കാം, മേ ബി ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം, മേ ബി ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരിക്കാം. വട്ട് എവർ ഇറ്റ് ഈസ്, അതൊക്കെ കഴിഞ്ഞു, ഇറ്റ്സ് ഓവർ. ഇനി ഒരു പുതിയ അക്കാഡമിക് ഇയർ ആണ് വരാൻ പോകുന്നത്. വിച്ച് മീൻസ് എ ന്യൂ ചാപ്റ്റർ, എ ന്യൂ ബിഗിനിങ്, എ ക്ലീൻ പേജ്, എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ഇതുവരെയുള്ള നിങ്ങളുടെ അക്കാഡമിക് ജേർണിയിൽ നിന്ന് നിങ്ങൾക്ക് പല മിസ്റ്റേക്സ് ഒക്കെ പറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്നൊക്കെ ലെസൺസ് ഉൾക്കൊണ്ട് കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ട് അത് ഈ ഒരു അക്കാഡമിക് ഇയറിൽ യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ആൻഡ് അതേപോലെ നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം, ഒരു ഗോള് വേണം. ഓക്കെ, ഈ ഒരു അക്കാഡമിക് ഇയറിൽ എനിക്ക് ഇത്ര മാർക്സ് വേണം, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ SSLC ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര A+ വേണം. അങ്ങനെ ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആൻഡ് എവറി സിംഗിൾ ഡേ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആ ഒരു ഗോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അപ്പോഴേ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്ത് ആ ഒരു ലക്ഷ്യം ശരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം. റീസെറ്റ് യുവർ മൈൻഡ് സെറ്റ്. മൈൻഡ് സെറ്റാക്കുക. നിങ്ങൾ എത്ര മാർക്ക് കുറവ് മേടിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിലും ശരി, ഇന്ന് മുതൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ
പുതിയ അക്കാഡമിക് ഇയറിൽ, അതായത് SSLC വാട്ട് എവർ ഇറ്റ് ഈസ്, പുതിയ അക്കാഡമിക് ഇയറിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ വർക്ക് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, വിഷ്വലൈസ് യുവർ ബെസ്റ്റ് ഇയർ. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ഡെയിലി ഒരു 5-10 മിനിറ്റ് കണ്ണടച്ചിരിക്കുക, എന്നിട്ട് വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു, റിവിഷൻസ് നടത്തുന്നു, യൂണിറ്റ് ടെസ്റ്റുകൾ ചെയ്യുന്നു, എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നു, നന്നായിട്ട് എഴുതുന്നു, ആൻഡ് റിസൾട്ട് വരുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ച ആ ഒരു ഗോള് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നു, നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നു, ആൻഡ് എല്ലാവരും വളരെ ഹാപ്പി ആവുന്നു. ഇത് ഡെയിലി ഒരു 5-10 മിനിറ്റ് മതി. അത്ര നേരം ഒന്ന് കണ്ണടച്ചിരുന്ന് വിഷ്വലൈസ് ചെയ്യാം, ഇമാജിൻ ചെയ്യുക. ഇത് ഡേ ബൈ ഡേ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് അതിന് സെറ്റ് ആവും, അതിന് വേണ്ട ആക്ഷൻസ് നിങ്ങൾ എടുക്കാൻ തുടങ്ങുകയും ചെയ്യും. സോ വിഷ്വലൈസേഷൻ ഈസ് എ വെരി വെരി പവർഫുൾ തിങ്. ഞാൻ അത് അന്ന് മുതലേ ചെയ്തിരുന്നൊരു കാര്യമാണ്, ആൻഡ് അതെന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫോക്കസ് ചെയ്ത് പറയുന്നത് കേട്ടോ. ആൻഡ് മൂന്നാമത്തെ കാര്യം, സ്റ്റാർട്ട് സ്റ്റഡിങ്, സ്റ്റാർട്ട് വർക്കിംഗ്. ഹലോ, ഇങ്ങനെ ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതിയോ? പണിയെടുക്കണ്ടേ? യെസ്, പണിയെടുക്കണം, പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇനി വരാൻ പോകുന്ന അക്കാഡമിക് ഇയറിൻ്റെ സിലബസ് നോക്കാം, ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്, അല്ല അതിൽ ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിലെ ആദ്യത്തെ ടോപ്പിക്കുകളുണ്ടല്ലോ, അത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ആൻഡ് അതിന് വേണ്ടിയിട്ട് ഡെയിലി ഒരു 1 hour കൊടുത്താൽ മതി. അല്ലാതെ ഒരു 5-6 മണിക്കൂറൊന്നും പഠിക്കണം എന്നൊന്നും പറയുന്നില്ല. ഡെയിലി ഒരു 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഈ ആദ്യത്തെ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ മെയിൻ സബ്ജക്ട്സിലെ ആദ്യത്തെ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ, അത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് അവൈലബിൾ ആണ്, ലെക്ചേഴ്സ് അവൈലബിൾ ആണ്, ക്ലാസ്സസ് അവൈലബിൾ ആണ്. അത് നിങ്ങൾ കാണുക, പഠിച്ചു തുടങ്ങുക. അതേപോലെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരിക്കും, അത് വാങ്ങിക്കാം. അല്ലെങ്കിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിക്കാം. പിന്നെ അതേപോലെ ആർട്ടിക്കിൾസ് നോക്കാം, ഓൺലൈനിൽ നോക്കാം, വേണമെങ്കിൽ ട്യൂഷനും പോകാം. ദാറ്റ്സ് യുവർ ചോയ്സ്. പക്ഷേ നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങുക, അതാണ് എൻ്റെ പോയിന്റ്. ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ യു ക്യാൻ സ്റ്റേ 1 step ahead of others. അതെപ്പോഴും ഒരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ഓക്കെ ആണല്ലോ? സോ ഈ 3 കാര്യങ്ങൾ, റീസെറ്റ് യുവർ മൈൻഡ് സെറ്റ്, വിഷ്വലൈസ് യുവർ ബെസ്റ്റ് ഇയർ ആൻഡ് സ്റ്റാർട്ട് സ്റ്റഡിങ്, ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ഈ മാസം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സെറ്റ് ചെയ്ത ആ ഒരു ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എനിക്കിവിടെ കൂട്ടിച്ചേർക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ SSLCക്ക് ഫുൾ മാർക്സ് വാങ്ങിച്ചു എന്ന് വിചാരിച്ചിട്ട് ലൈഫ് സെറ്റാവും, ലൈഫിൽ നിങ്ങൾ ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആവും, അങ്ങനെ വിചാരിക്കരുത്. ആൻഡ് അതേപോലെ തന്നെ SSLCക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ സക്സസ്ഫുൾ ആവില്ല എന്നുമില്ല. ശരിക്കും നിങ്ങളിവിടെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചോ, ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു കമ്പനിയിൽ നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ നന്നായിട്ട് പണിയെടുക്കണം, നന്നായിട്ട് പെർഫോം ചെയ്യണം, നല്ലൊരു റിസൾട്ട് അവിടെ കൊടുക്കണം. അപ്പം മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കമ്പനിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ, നല്ല പൊസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ശരിയാണല്ലോ? ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല, നിങ്ങളൊരു ബിസിനസ് മാനാണ് അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണറാണ് എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഓൺട്രപ്രണർ ആയിക്കോളൂ. പക്ഷേ ഓൺട്രപ്രണർ ആണെങ്കിൽ അപ്പോഴും നിങ്ങൾ നന്നായിട്ട് കഷ്ടപ്പെടണം, നന്നായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഒരു കമ്പനിയെ നിങ്ങൾക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതേപോലെ തന്നെ കറൻ്റ്ലി ഇപ്പോൾ എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റുഡൻ്റാണ്, ശരിയല്ലേ? നിങ്ങളിപ്പോൾ ഒരു വിദ്യാർത്ഥിയാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്സൊക്കെ സ്കോർ ചെയ്യുക, നല്ലൊരു അക്കാഡമിക് പെർഫോമൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുടെ പാരൻസിനെ ഹാപ്പി ആക്കുക, അവരുടെ എക്സ്പെക്റ്റേഷൻസ് മാക്സിമം നിങ്ങൾക്ക് കഴിയുന്ന പോലെ മീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബട്ട് അക്കാഡമിക്സ് മാത്രമേ പാടുള്ളൂ എന്നല്ല ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഇടയിൽ വേറെയും കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ പല സ്റ്റുഡൻസും പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്, കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നുണ്ട്, ഫ്രീലാൻസിങ് ചെയ്യുന്നുണ്ട്, അതൊക്കെ കൂട്ടത്തിൽ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഫോക്കസ് ചെയ്ത് പറയുന്നത് അക്കാഡമിക്സിൻ്റെ കാര്യം മാത്രമാണ്. അക്കാഡമിക്സിൽ നോക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യുക, നല്ല മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി. ആൻഡ് നിങ്ങളത് ചെയ്തേ പറ്റൂ. യു ഹാവ് ടു ബി ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഗോൾ സെറ്റിംഗ്, ഡിസിപ്ലിൻ, അതുപോലെ പല സ്ട്രാറ്റജീസ്, ഇതൊക്കെ പഠിക്കാനായിട്ട് പറ്റും. ആൻഡ് ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിയൽ ലൈഫിലും യൂസ്ഫുൾ ആവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് follow for more. Have a great day.